ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എടുത്തിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്വന്തം വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും മടിച്ചുകളാണല്ലേ. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉമ്മച്ചി പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മുട്ടക്കറി ഉണ്ട്, പിന്നെ തലേദിവസത്തെ ബീഫ് കറി ഉണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിയാനായിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴത്തേനും. പിന്നെ ഇതാ ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി. മഴ നല്ലോണം രാത്രി പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. ഫറാസത എഴുന്നേറ്റിട്ട് ഇവിടെ ഫോണിൽ യൂട്യൂബും കണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അതേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അയിലയും ചെറിയ അയിലയും പിന്നെ ചെറിയ ചെമ്മീനുമായിരുന്നു കേട്ടോ. അപ്പോൾ അയില ഉമ്മ മുളകിട്ട് പിന്നെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാണ് ചെയ്തത്, പൊരിച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. നല്ല ടേസ്റ്റാണ് ഉമ്മ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ചെമ്മീൻ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ അതേ അയിലയൊക്കെ ഞാൻ ചടപടയെന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ. അയില മുറിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പെട്ടെന്ന് കഴിയും. ചെമ്മീൻ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നന്നാക്കിയത്. അത് ഫ്രഷ് ആയതുകൊണ്ട് വേഗം കിള്ളാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ അതേ അയില വേഗം ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ഫോണിൽ സ്റ്റോറേജൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലാപ്പിൽ കയറ്റാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അത് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ചെമ്മീൻ നന്നാക്കിയെടുത്തത്.
അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഉമ്മ റെഡിയാക്കി കഴിഞ്ഞ് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാനത് വിട്ടും പോയി. അപ്പോൾ അതേ നമ്മളുടെ മുളക് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ പൊരിക്കാനുള്ള മസാലയും തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചെമ്മീൻ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസാല തേക്കണം. മസാല തേക്കാനായിട്ട് അയിലൊക്കെ മസാല വെച്ചില്ലേ, ആ ഒരു ചട്ടി തന്നെയാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, കുറച്ച് സുർക്ക, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ചെമ്മീൻ അതിൽക്കിട്ടിട്ട് നന്നായിട്ട് മസാല തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഒക്കെ തേച്ചെടുത്തിട്ട് പിന്നെ അതേ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അയിലൊക്കെ അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ കുറേ നേരം ഇരുന്നിട്ട് നന്നാക്കിയെടുത്ത് ചെറുതായതുകൊണ്ട്. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചേക്കണത് പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ ചെമ്മീനിലേക്കുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കേട്ടോ. അത് 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ഒരിച്ചിരി മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനില്ല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കുക കേട്ടോ. അപ്പം നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെമ്മീനാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അങ്ങനെ ദേ ഞങ്ങൾ ചോറൊക്കെ തിന്നാൻ ഇതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അയില പൊരിച്ചത്, ചെമ്മീൻ റോസ്റ്റ്, അയില മുളകിട്ടത്, പിന്നെ കുറച്ച് പരിപ്പ് കറി ഉണ്ടായിരുന്നു. ഈ അയില മുളകിട്ടതില്ലേ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവുക, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഉമ്മ പുളിയല്ല ഇട്ടേക്കണത്, മാങ്ങയാണ്, മാങ്ങ ഇട്ട് വെച്ചേക്കണേണ്. പിന്നെ പപ്പടവും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് കുറച്ച് നേരം വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുത്തമ്പള്ളിയുടെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടെ പോവുകയാണ് കേട്ടോ. വാപ്പിച്ച് പുറത്ത് പോയേക്കണേരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി തിരിച്ച് വന്ന്. അപ്പോൾ പോണേക്ക് മുമ്പ് തന്നെ അമ്മായിയുടെ അവിടെ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്ക നല്ല മണമായിരുന്നു കേട്ടോ. കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് ഒട്ടും ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവല്ലേ, അപ്പോൾ ആ മണമായിട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ തന്നെ ചക്ക തിന്നാൻ വേണ്ടിയിട്ട് ചക്ക പൊളിക്കുകയാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തണതിൻ്റെ ഇടയിൽ ഫറാസ് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചക്ക തിന്ന് അവസാനിപ്പിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്